ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിശ്ശേരി വിഷു സ്പെഷ്യലിസ്റ്റ് സെക്കൻഡ് ഐറ്റം. നളമൃതുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ കൽച്ചട്ടി തന്നെ എടുത്തിരിക്കുന്നത്. കൽച്ചട്ടിക്കകത്ത് പച്ച ഏത്തക്കായും പച്ചമുളകും കീറിയിട്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മളിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് 2 പൊടികളൂടെ ചേർക്കുന്നുണ്ട്. പൊടിയെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും. അപ്പം ഇത് രണ്ടും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതേ നോക്കിയേ, നമ്മൾ പച്ചക്കായിട്ടിരുന്ന് ശരിക്കും ആ മഞ്ഞൾപ്പൊടിയുടെ കളറും ഒക്കെ ചേർന്ന് അതിനകത്തൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിനി അരപ്പരയ്ക്കാം. അതിന് നമ്മളിവിടെ തേങ്ങ ചിരകി ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് നല്ല കളറൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂട്ടത്തിൽ ജീരകവും അരപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഏത്തക്കായിലോട്ട് കുറച്ച് അരപ്പെല്ലാം ചേർത്തു. നമുക്കപ്പോൾ ഇവിടെ ശകലം മഞ്ഞ കളർ കുറവുണ്ടാവും, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ശകലം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളും കളർ വന്നില്ലെങ്കിൽ നിങ്ങൾക്കും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മുടെ കട്ട തൈരായിരുന്നു. കട്ട തൈര് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി അരപ്പ് ചൂടായി കഴിയുമ്പോൾ നമ്മളിത് ഒഴിക്കും. ശരിക്കും അരപ്പ് ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കും. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളച്ച് പോയി കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക, വിട്ട് ഇങ്ങനെ കിടക്കും. കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. ചെറിയ ഒരു എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ കഴിഞ്ഞ നമ്മുടെ കൽച്ചട്ടിയിലെ അവിയലിന് നല്ലൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സപ്പോർട്ടിനും കമൻറ്റിനും ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നിങ്ങളുടെ ഓരോ എന്താ പറയുക, നെക്സ്റ്റ് ഓരോ വീഡിയോയിലും നിങ്ങൾ ഇന്ന പോലെ ചെയ്യണം, നിങ്ങളുടെ അവിയൽ സൂപ്പറായിരുന്നു, കൽച്ചട്ടി എവിടെ നിന്നായിരുന്നു എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചോദിച്ചവർക്കെല്ലാം നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കുരുമുളകും പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കടുക് താളിക്കാം. നമ്മുടെ മീനില്ലാത്ത മീൻകറി ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിരുന്നു. അതിന് കുറേ കമൻസ് വന്നിരുന്നു, സൂപ്പറായിട്ടുണ്ട്, ഇനിയും വെറൈറ്റീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിഷു അടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പം വിഷു റിലേറ്റഡുള്ള വെജ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും കാണിക്കുന്നുണ്ടാവുക. ഈ വിഷു കഴിയുമ്പോൾ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽസ് ആയിട്ട് വരുന്നുണ്ടാവും. അതുപോലെ അവിയലിനൊക്കെ ആണെങ്കിലും കുറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ അരിയണമെന്നും ഇത്രയൊക്കെ കഷ്ണങ്ങളാണ് ചേർക്കേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അവിയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കിട്ടുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് നമ്മൾ അവിയൽ വെക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാനും അങ്ങനത്തെ അവിയൽ കഴിച്ചിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ലിമിറ്റഡ്, അതായത് ശരിക്കും അവിയലിന് വേണ്ട പച്ചക്കറികൾ ചേർത്ത് ഉണ്ടാക്കുന്ന അവിയലിന് ഒരു പ്രത്യേക രുചിയുണ്ട്. മറ്റേ നമ്മളിപ്പം വേറെ എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ഇടുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു ആ ഒരു ട്രഡീഷണൽ അവിയലിൻ്റെ രുചി തന്നെ പോവും. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ കടുകും ഉലുവയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് പൊട്ടിത്തെറിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കരിഞ്ഞു പോവാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കൊള്ളാമല്ലേ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. താങ്ക്